Hello, my dear students, my dear children. നമ്മുടെ റിവിഷൻ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റും സെക്കൻഡും നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഇന്ന് നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ റിവിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുക. സന്തോഷമായി അല്ലേ? പലരും ടീച്ചറിനോട് ആവശ്യപ്പെട്ടതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. 40 മാർക്കിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതേ മോഡലിലായിരിക്കും നമുക്ക് സെക്കൻഡ് ടൈം നമ്മുടെ പരീക്ഷ വരുന്നത്. 18th ആണ് നിങ്ങളുടെ പരീക്ഷ അല്ലേ? 18th. അപ്പം നമുക്കിന്നൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. നമ്മുടെ റിവിഷൻ പാർട്ട് 1 പാർട്ട് 2 വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് നമ്മുടെ റിവിഷനിൽ നമ്മൾ ഡെമോക്രസി പഠിച്ചു. രണ്ടാമത്തെ റിവിഷനിൽ നമ്മൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി കണ്ടു. ഇന്ന് നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാകും. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇന്ന് ടീച്ചർ ആൻസർ പറയുന്നില്ല. ആൻസർ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ രീതിയിലാണ് വരിക. ടോട്ടൽ സ്കോർ 40 മാർക്കായിരിക്കും. നമുക്ക് കിട്ടുന്ന ടൈം 1.5 hours ആയിരിക്കും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനോടും ക്വസ്റ്റ്യൻ്റെയും തുടക്കത്തിൽ അതിൻ്റെ സ്കോർ എത്രയാണെന്ന് പറഞ്ഞിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക. ഒന്നാമത്തത്, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4. ഈച്ച് ക്യാരീസ് 1 സ്കോർ. അപ്പോൾ 1 തൊട്ട് 4 വരെയുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ മാത്രം എഴുതിയാൽ മതി, ആ വേർഡ് മാത്രം എഴുതിയാൽ മതി. അല്ലെ ആ ഒരു ആൻസർ വളരെ ബ്രീഫായിട്ട് തന്നിരിക്കുന്നത് മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. നമുക്ക് കിട്ടുന്ന സ്കോറ് 1 മാർക്കായിരിക്കും. അപ്പോൾ ഒത്തിരി നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. എ ബി തന്നിരിക്കുന്നത് നോക്കിയേ. വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, അയ്യങ്കാളി, ദെൻ വൈകുണ്ഠസ്വാമികൾ. അറേഞ്ച് ദ ഇൻഫർമേഷൻ ഇൻ കോളം ബി അക്കോർഡിംഗ് ടു കോളം എ ആൻഡ് സെലക്ട് ദ ഓപ്ഷൻ. നമ്മൾ എ കോളത്തിൽ തന്നിരിക്കുന്ന ഈ പേരുകളെ ബി കോളത്തിലെ വാക്കുകളുമായിട്ട് നമ്മളതിനെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ തന്നിരിക്കുന്ന എ ബി സി ഡിയിൽ ഏതാണോ ശരി അത് എടുത്തെഴുതണം. എ ശരിയെങ്കിൽ എ എടുത്തെഴുതണം, ബി ആണ് ശരിയെങ്കിൽ ബി എടുത്തെഴുതണം, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി. ആദ്യം നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതാണ് ചേരുന്നത്? ബി കോളത്തിൽ നിന്നും അതിന് ചേരുന്നത് 1 ആണെങ്കിൽ A1 എന്ന് എഴുതുക, 2 ആണെങ്കിൽ A2 എന്ന് വരും, 3 ആണെങ്കിൽ A3 എന്ന് വരും, 4 ആണെങ്കിൽ A4 എന്ന് വരും. ഓക്കെ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, അങ്ങനെ ഓരോന്നും നോക്കി അതിനെ കണക്ട് ചെയ്തിട്ട് എയോ ബിയോ സിയോ ഡിയോ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ എഴുതുന്നു. സമയം എടുക്കും കേട്ടോ, പെട്ടെന്ന് നിങ്ങളത് ചെയ്യണം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ട്സ് റിലേറ്റഡ് ടു ദി പുന്നപ്ര വയലാർ സ്ട്രൈക്ക്? പുന്നപ്ര വയലാർ സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കറക്റ്റായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇൻ 1946 a strike led by the Communist Party, Travancore and this struggle was against the tyranny of C.P. Ramaswamy Iyer, the Diwan of Travancore, and for the establishment of a responsible government. It was led by K. Kelappan and Mannathu Padmanabhan. The strike began on November 1st, 1931. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റെങ്കിൽ ആ കറക്റ്റ് ഉള്ളത് എടുക്കുക. എ ബി സി ഡി എന്ന് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിലേതാണോ കറക്റ്റ് അത് നമ്മൾ എഴുതുക. ഇതിനകത്ത് 2 കാര്യങ്ങൾ കറക്റ്റാണ്. 1, 2, 3, 4 കാര്യങ്ങളാണ് നമുക്ക് പുന്നപ്ര വയലാർ സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത്. അതിൽ 2 കറക്റ്റാണ്. ആ കറക്റ്റായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് എ ബി സി ഡിയിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യാം. കാര്യം മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൊണാർക്കി? മൊണാർക്കി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം പലതരം ഫോം ഓഫ് ഗവൺമെൻറ് ഉണ്ട്. അതിൽ മൊണാർക്കി ഉണ്ട്, ഡെമോക്രസി ഉണ്ട്, ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ട്, മിലിറ്ററി റൂൾ ഉണ്ട്, പലതുണ്ട്. അതിൽ മൊണാർക്കിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓൾ ഫോംസ് ഓഫ് democracy including elections will be banned. All the powers of the state will be concerned in one person. The oldest form of government, power is transferred by inheritance. ഇതിൽ 2 കാര്യങ്ങൾ കറക്റ്റാണ്, 2 കറക്റ്റാണ്.
ആ കറക്റ്റായിട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെ നമ്പർ നോക്കിക്കേ, അത് ഈ ABCD നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെ ആൻസർ എഴുതേണ്ടത്? A ആ കറക്റ്റെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണം? A 1 2 എന്ന് എഴുതണം. B ആ കറക്റ്റെങ്കിൽ B 2 4 എന്ന് എഴുതണം. ഓക്കെ, അത് നമ്മൾ എടുത്തെഴുതണം കേട്ടോ. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഫാക്ട്സ് ഇൻ കോളം A ഫ്രം കോളം B. കോളം എയിലെ കാര്യം നോക്കുക, എന്നിട്ട് ബിയിൽ നിന്നും അതിന് ചേരുന്നത് സെലക്ട് ചെയ്യുക. ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജൻ ആർട്ടിക്കിൾ 23, ആർട്ടിക്കിൾ 24, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26. 2 ആർട്ടിക്കിൾ അതിനകത്ത് വരുന്നുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനകത്ത് 2 ആർട്ടിക്കിൾ. ടീച്ചറിൻ്റെ അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രത്യേകം അത് നിങ്ങളോട് പറഞ്ഞായിരുന്നു. 2 ആർട്ടിക്കിൾ അതുമായിട്ട് കണക്റ്റഡാണ്. ആ 2 ആർട്ടിക്കിളിൻ്റെ നമ്പർ നോക്കണം, എന്നിട്ട് ABCDയിൽ ഏതാണോ കറക്റ്റ് അത് എഴുതണം. ആർട്ടിക്കിൾ 23 1 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, 24 ആണെങ്കിൽ 2 ആണ്. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റെങ്കിൽ നിങ്ങൾ ഏതെടുക്കണം? 1ഉം 2 ആണെങ്കിൽ A എടുക്കണം. ഓക്കെ, അടുത്ത ആൻസർ ദ ക്വസ്റ്റ്യൻ ഫ്രം 1ഉം 3ഉം ആയി കൊടുത്തിരിക്കുന്നത് അല്ലേ. 1ഉം 3ഉം ആണെങ്കിലാണ് A എടുക്കേണ്ടത്. 1ഉം 3ഉം കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് A കറക്റ്റ് ആണെങ്കിൽ അത് എടുക്കുക. Then answer the questions from 5 to 7 in 2 or more sentence, each carry 2 score. അപ്പോൾ ഇത്രയും സമയം നമ്മൾ 1 to 4 നോക്കിയപ്പോൾ നമുക്കറിയാം ആ കറക്റ്റ് ആൻസറെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് എഴുതിയാൽ മാത്രം മതി, നമുക്ക് ചൂസ് ചെയ്താൽ മതി, 1 മാർക്കേ കിട്ടുകയുള്ളൂ. ഇനിയത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ 2 മാർക്കുണ്ട്. അപ്പോൾ 2 സെൻറ്റൻസോ അതിൽ കൂടുതലോ എഴുതണം. മിനിമം 2 സെൻറ്റൻസ്, കൂടുതൽ എഴുതാം കേട്ടോ, എത്ര വേണമെങ്കിലും എഴുതാം. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ഹൂ ഈസ് ദ പേഴ്സൺ ഇൻ ദ പിക്ചർ? ആ പേഴ്സൺ ആരാന്ന് നിങ്ങൾ ആദ്യം അദ്ദേഹത്തിൻ്റെ പേരെഴുതണം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് പേഴ്സൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള? ഇദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ എന്താണ് സ്ഥാനം? ഓക്കെ, അത്രയും എഴുതുമ്പോൾ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കറിയാം ഇത് നമ്മുടെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന EMS നമ്പൂതിരിപ്പാടാണ്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അത് ആദ്യം എഴുതുക, 1 മാർക്ക് കിട്ടും. അദ്ദേഹം നമ്മുടെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നെന്നോ, അദ്ദേഹമാണ് 1.25 കോടി മലയാളികൾ എന്നുള്ള ഗ്രന്ഥം എഴുതിയെന്നോ, എന്തൊക്കെയാണോ EMSനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നത് അതൊക്കെ എഴുതുക. മിനിമം 2 കാര്യങ്ങളെങ്കിലും വേണം. അടുത്തത് അതിനൊരു B ക്വസ്റ്റ്യൻ ഉണ്ട്, ഓർ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആൻസർ എഴുതുന്നവർക്ക് ഈ ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒഴിവാക്കാം. വാട്ട് ആർ ദ ജോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ അഫക്റ്റ് ചെയ്യുന്ന, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ജോഗ്രഫിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഫാക്ടറി നമ്മൾ സ്ഥാപിക്കുന്നത് അവിടുത്തെ എന്തെല്ലാം ജോഗ്രാഫിക്കലായിട്ടുള്ള ഫാക്ടേഴ്സിനെ പരിഗണിച്ചിട്ടാണ്. മിനിമം 2 എഴുതുക, മാക്സിമം എത്ര വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് ഈ 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ, 2 കൂടി എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇട്ടിട്ട് ഒന്നുകിൽ A എഴുതുക അല്ലെങ്കിൽ B എഴുതുക. ഇനി 6th ക്വസ്റ്റ്യനിലേക്ക് വന്നേ. സിവിൽ റൈറ്റ്സ് ആർ വൺ ഓഫ് ദ മെനി ടൈപ്സ് ഓഫ് റൈറ്റ്സ്. വാട്ട് ഡു ദേ ഇൻക്ലൂഡ്? സിവിൽ റൈറ്റ്സിൽ എന്തൊക്കെ വരും? 2 കാര്യങ്ങളെങ്കിലും എഴുതണം, 3 or 4 എണ്ണമെങ്കിലും വേണമെങ്കിലും എഴുതാം. സിവിൽ റൈറ്റ്സ്. Then 7th question. Write a note by comparing the ferrous metals and non-ferrous metals. യെസ്റ്റർഡേ നമ്മൾ കണ്ട ഒരു റിവിഷൻ വന്നതാണ്. എന്താണ് ഫെറസ് മെറ്റൽസ്, എന്താണ് നോൺ ഫെറസ് മെറ്റൽസ്, അതിനെ ഒന്ന് കമ്പയർ ചെയ്താൽ മാത്രം മതി. അത് രണ്ടും എന്താണെന്ന് എഴുതുക, 2 മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അടുത്തത് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 8 to 11 in 3 or more sentence, each carry 3 score. ഇനി നമ്മൾ പോകുന്നത് 3 സ്കോർ ഉള്ള ക്വസ്റ്റ്യൻസിലേക്കാണ്. മിനിമം 3 സെൻറ്റൻസ് എങ്കിലും വേണം, അതിൽ കൂടുതലും നിങ്ങൾക്ക് എഴുതാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ? റൈറ്റ് എനി 3. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ ഏതൊക്കെയാണ്? ഏതെങ്കിലും 3 എണ്ണം എഴുതുക. ഓക്കെ, 3 മാർക്കുണ്ട് കേട്ടോ. ദ മലബാർ റിബല്യൻ വാസ് ആൻ ആൻറ്റി ബ്രിട്ടീഷ് ആൻഡ് ആൻറ്റി ലാൻഡ് ലോഡ് മൂവ്മെൻറ്റ് ഇൻ മലബാർ. സബ്സ്റ്റാൻഷിയേറ്റ്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 3 മിനിമം സെൻറ്റൻസ് എങ്കിലും എഴുതുക. 4 or 5 എണ്ണം എഴുതണം കേട്ടോ. എന്താണ് മലബാർ റിബല്യനും
മലബാർ റിബല്യൻ ഒരു ആൻറ്റി ബ്രിട്ടീഷ് ആൻറ്റി ലാൻഡ് ലോഡ് മൂവ്മെൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പം മലബാർ റിബല്യനെ പറ്റി നമുക്കറിയാവുന്നൊക്കെ എഴുതി വെക്കുക. ദെൻ ദ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്പ്. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ 3 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതല്ലേ, നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ദെൻ 11th ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ഗുരുവായൂർ സത്യാഗ്രഹ ഓൺ ദ ബേസിസ് ഓഫ് ദ ക്ലൂ. 3 ക്ലൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമായില്ലേ, 3 മാർക്കും ഉണ്ട്, 3 ക്ലൂ ഉണ്ട്. അതിൻ്റെ ഇയർ അങ്ങോട്ട് എഴുതുക. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് ഇയറിലാണ് നടന്നത്, അതിൻ്റെ റീസൺ എന്തായിരുന്നു, അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയപ്പോൾ സത്യാഗ്രഹികൾ മുന്നോട്ട് വെച്ച ഡിമാൻഡ്, അവരെന്താണ് അതിൻ്റെ റീസൺ. ദെൻ അതിൻ്റെ ലീഡർഷിപ്പ് കൊടുത്ത ആ എല്ലാ ലീഡേഴ്സിൻ്റെയും പേരെഴുതുക. അപ്പോൾ നമുക്കതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 8 to 11 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 സെൻറ്റൻസ് എങ്കിലും നമുക്ക് ആൻസറായിട്ട് വേണം. ദെൻ ഈ 8th ക്വസ്റ്റ്യൻ ഒരു ബി പാർട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ ഗുരുവായൂർ സത്യാഗ്രഹത്തെ പറ്റി അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഈ ബി പാർട്ട് ചെയ്യാം. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ. മീഡിയയുടെ ഡിഫറെൻറ്റ് ഫോംസ് എഴുതുമ്പോൾ 3 കോളങ്ങൾ നമുക്ക് ബ്ലാങ്കാണ്. ABC അത് നിങ്ങൾ എഴുതാം. ട്രഡീഷണൽ മീഡിയ, ദെൻ എയുടെ അവിടെ ഏത് വേർഡാണ് വരേണ്ടത് അത് എഴുതുക. ട്രഡീഷണൽ മീഡിയയിൽ 2 എണ്ണം ഉണ്ട്. പ്രിൻ്റ് മീഡിയ അതിൻ്റെ ബി കൊടുത്തിട്ടില്ല, അത് നിങ്ങൾ എഴുതണം. ഇനി ട്രഡീഷണൽ മീഡിയയുടെ അടുത്തതായിട്ട് നമ്മൾ വരുന്ന അത് ആ മീഡിയയുടെ പേരെഴുതുക. അതിനകത്തും 2 എണ്ണം വരും. ഏതൊക്കെയാണ്? ഡിജിറ്റൽ മീഡിയ, പിന്നെ അടുത്ത വേർഡ് അവിടെ ഇല്ല, അത് നിങ്ങൾ എഴുതണം. ഇങ്ങനെ 3 വേർഡുകൾ എയും ബിയും സിയും എഴുതിയാൽ അവിടെയും നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഇത് ഓറാണേ. അപ്പോൾ എ എഴുതുന്നവർ ബി എഴുതണ്ട. ബി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നന്നായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾ അത് എഴുതുക. ഈ 3 വേർഡുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ബി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരിക. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 12 to 13 ഫോർ 4 or more സെൻറ്റൻസ് ഈച്ച് ക്യാരി 4 സ്കോർ. അപ്പോൾ 4 സ്കോർ ഉള്ളതുകൊണ്ട് തന്നെ 4 സെൻറ്റൻസ് വേണം, കൂടുതൽ സെൻറ്റൻസ് എഴുതുകയും ചെയ്യാം. മിനിമം 4 എങ്കിലും എഴുതണം. 12th ക്വസ്റ്റ്യൻ എ, കമ്പയർ മെറ്റാലിക് മിനറൽസ് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ് ആൻഡ് റൈറ്റ് നോട്ട്സ്. മെറ്റാലിക് മിനറൽസിനെ പറ്റിയും നോൺ മെറ്റാലിക് മിനറൽസിനെ പറ്റിയും നോട്ട് എഴുതി അതിൻ്റെ എക്സാമ്പിൾസും എഴുതുക. 4 സെൻറ്റൻസ് എങ്കിലും വേണം കേട്ടോ. ഇനി അതറിയത്തില്ലെങ്കിൽ നമുക്കൊരു ബി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഇൻഫർമേഷൻ ഫ്രം കോളം ബി അക്കോർഡിംഗ് ടു കോളം എ. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, മലബാർ റിബല്യൻ, നിവർത്തന അജിറ്റേഷൻ, ഇതെല്ലാം നമുക്ക് പരിചയമാണ്. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, മലബാർ റിബല്യൻ, നിവർത്തന അജിറ്റേഷൻ. ഫ്രാൻസ്, ദെൻ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സി കേശവൻ, CP പിള്ള. ഇപ്പോൾ ഓരോന്നിൻ്റെയും ലീഡർ ആരാന്ന് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് ഒന്നുകൂടി എടുത്തെഴുതണം കേട്ടോ. എ അതുപോലെ തന്നെ എഴുതണം, ബി കറക്റ്റായിട്ട് എഴുതണം. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. 2 കോളം വരയ്ക്കുന്നു, എ കോളം, ബി കോളം. എ കോളം നമ്മൾ ഒരു മാറ്റവും ഇല്ലാതെ ആ തന്നിരിക്കുന്നത് പോലെ എഴുതുക. ബി കോളം നമ്മൾ മാറ്റി എഴുതുക. മലയാളി മെമ്മോറിയലിന് ഏതാണോ കറക്റ്റ് അവിടെ എഴുതേണ്ടത് അതാണ് അതിൻ്റെ നേരെ എഴുതേണ്ടത്. അപ്പം നമ്മുടെ ആൻസർ ഷീറ്റിൽ കറക്റ്റ് ആയിരിക്കണം. നിവർത്തന അജിറ്റേഷൻ CP പിള്ളൈ, അത് നമുക്കിതിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. നിവർത്തന. ദെൻ 13th ക്വസ്റ്റ്യൻ. പാലിയത്തച്ചൻ വാസ് എ പേഴ്സൺ who fought against the British. Explain the causes and consequences of the fight. പാലിയത്തച്ചൻ എന്തിനാണ് ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്തത്, അതിൻ്റെ കോസസും കോൺസിക്വൻസസും എന്നതായിരുന്നു. അതിൻ്റെ കോസും എഴുതണം, അതിൻ്റെ കോൺസിക്വൻസും എഴുതണം. 4 മാർക്കില്ലേ, അപ്പം നമ്മൾ അത്രയും എഴുതണം. പാലിയത്തച്ചൻ എന്തായിരുന്നു പ്രശ്നം, എന്താണ് അതിൻ്റെ റിസൾട്ട്. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 ക്വസ്റ്റ്യനാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓറുണ്ട് കേട്ടോ. ഓർ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ചൂസ് ചെയ്യാം. 14th ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. അതിൽ 5 സെൻറ്റൻസ് എന്നൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും അറിയാവുന്നിടത്തോളം എഴുതാം.
Analyze the historical background of the Paliam Satyagraha and write an explanatory note. ബാക്ക്ഗ്രൗണ്ട് എന്താണിത്? പാലിയം സത്യാഗ്രഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, അതിനെപ്പറ്റി ഒരു നോട്ട് എഴുതുക. ഓർ അതറിയത്തില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ഡയറക്റ്റ് ഡെമോക്രസി ഇൻ ഇറ്റ്സ് കംപ്ലീറ്റ് ഫോം cannot be seen anywhere in the world today. Some of its devices still exist in many democratic systems. Which is the country? What are the devices of direct democracy? Direct democracy ഇന്ന് കാണുന്ന കൺട്രി ഏതാണ്? അതിൻ്റെ ഡിവൈസസ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് ഡെമോക്രസിയിൽ മാത്രം കാണുന്ന ചില പ്രത്യേകതകൾ ഏതൊക്കെയാണ്? അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. കാരണം 5 മാർക്കുണ്ട്, എസ്എ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നല്ല എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കണം. അപ്പം മനസ്സിലായല്ലോ, ഡെമോക്രസി എന്നുള്ള ക്വസ്റ്റ്യനും വരുവന്നേ. അത് ഫസ്റ്റ് ടൈമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ. ഡെമോക്രസിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും സെക്കൻഡ് ടൈമിൽ വരും. അതുകൊണ്ട് തന്നെ ഡെമോക്രസി ഒന്നുകൂടി പഠിച്ചോണം. നമ്മുടെ റിവിഷൻ ഫസ്റ്റ് എപ്പിസോഡ് അതിനെപ്പറ്റിയാണ്, അതെടുത്ത് കാണുക. ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യൻ ഇക്കോണമിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയാണ് അയൺ ആൻഡ് സ്റ്റീൽ, ഇരുമ്പുരുക്ക് വ്യവസായം. ഓക്കെ, ആ ഒരു സെൻറ്റൻസിനെ പറ്റി, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ പ്രാധാന്യത്തെപ്പറ്റി ഒരു എസ്സേ, ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികളെ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതെല്ലാം എഴുതുക. ഓക്കെ, 5 മാർക്കുണ്ട്. അപ്പോൾ താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായി, അടുത്ത ഒരു ചാപ്റ്ററിൻ്റെ റിവിഷനുമായി ടീച്ചർ എത്തുന്നതാണ്. താങ്ക് യു സോ മച്ച്.